എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മെയ് മാസം 14-ാം തീയതി ഒരു വ്യാഴമാറ്റം സംഭവിക്കുകയാണ്. വ്യാഴമെന്ന ശുഭഗ്രഹം ചാരവശ രാശി മാറുന്നു. ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് കടക്കുകയാണ്. പിന്നീട് ഒരു വർഷക്കാലം മിഥുനം രാശിയിലൂടെയാണ് വ്യാഴം സഞ്ചരിക്കുക. കന്നി രാശി ഉത്തരം മുക്കാൽ, അത്തം ചിത്തിര പകുതി. ഈ നക്ഷത്രങ്ങൾ ഉൾപ്പെട്ട കന്നി രാശിക്കാർക്ക് ഇപ്പോൾ വ്യാഴം ഇടവം രാശിയിലൂടെ 9-ാം ഭാവത്തിലൂടെ ഭാഗ്യഭാവത്തിലൂടെ വളരെ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നു. പിതൃഗുണമുണ്ടാകും. ഭാഗ്യാദായക കാലമെന്ന് പറയാം. അതുപോലെ തന്നെ പുണ്യപ്രവൃത്തികൾ ചെയ്യാം, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാം. അങ്ങനെ വ്യാഴം ഇപ്പോൾ വളരെ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നത് 9-ാം ഭാവത്തിലൂടെ. എന്നാൽ മെയ് മാസം 14-ാം തീയതി വ്യാഴം മിഥുനത്തിലേക്ക് കടക്കുമ്പോൾ കന്നി രാശിക്കാരെ സംബന്ധിച്ച് മിഥുനം 10-ാം ഭാവമാണ്, കർമ്മഭാവമാണ്. ജാതകത്തിൽ വ്യാഴം 10-ാം ഭാവത്ത് കർമ്മഭാവത്ത് നിൽക്കുന്നത് വളരെ നല്ലതാണ്. ഹംസയോഗം എന്ന് പറയും. എന്നാൽ ചാരവശാൽ 10-ാം ഭാവത്തിലുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാരം അത്ര നല്ലതല്ല. ഗുണദോഷ സമ്മിശ്രം എന്ന് പറയും. പ്രധാനമായിട്ട് കർമ്മസംബന്ധമായ പ്രശ്നം ഉണ്ടാവുക, കർമ്മഗുണം കുറയാം, തൊഴിൽ മാറ്റമുണ്ടാവാം, സ്ഥാനചലനമൊക്കെ ഉണ്ടാവാം, തൊഴിൽ തർക്കമുണ്ടാവാം, തൊഴിൽ സ്ഥലത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സിൽ എന്തെങ്കിലും തകർച്ച അല്ലെങ്കിൽ നഷ്ടമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് 10-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം. അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതി മോശമാകാതെ നോക്കണം. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാവും, വരവ് കുറയുക, ചിലവ് കൂടുക, അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മേലാധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകാതെ നോക്കണം. കുറച്ചൊരു നയത്തിലും കണ്ടും കേട്ടൊക്കെ പെരുമാറുന്ന സമയമാണ് 10-ാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന സമയം. ഈ കന്നിരാശി നക്ഷത്രക്കാർ ജാതകപ്രാരംഭം അനുഭവിക്കുന്ന ദശകൾക്ക് അപഹാരങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ ഈ വ്യാഴമാറ്റം അത്ര ദോഷം ചെയ്യാൻ നമുക്ക് പ്രതീക്ഷിക്കാം. മഹാവിഷ്ണു വ്യാഴപ്രീതിക്ക് വേണ്ടിയിട്ട് മഹാവിഷ്ണു ഭജിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ചെറിയ വീഡിയോകളുമായി എന്തെങ്കിലും മുന്നേ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.